മുരളി നെലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. സെൽ റിങ് ചെയ്തപ്പോൾ മഹേഷിന് മുതുകിൽ ചവിട്ടിപ്പിടിച്ച വലതുകാൽ കുണ്ടായി പവിത്രൻ എടുത്തു. തല മറച്ച് കൈകളിലൂടെ മുണ്ട് ചുറ്റിക്കെട്ടിയതിനാൽ മഹേഷിന് എഴുന്നേൽക്കാനായില്ല. കുണ്ടായി പവിത്രൻ കോളെടുത്തു. സാറ് കയറി പോന്നാട്ടെ, വണ്ടി റൂമിൻ്റെ മുന്നിൽ വരും. അയാൾ ഫോണിലൂടെ പറഞ്ഞു. പവിത്ര, എന്നെ വിട്ടുകൊടുക്കരുത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. മഹേഷ് കട്ടിലിൽ മലർന്നു വീണു. പവിത്രൻ നെറുകേട് കാണിക്കില്ല സാറേ. നാളെ ഒരു കത്തി മുന്നിൽ തീരേണ്ടവനാ ഞാനും. കൊട്ടേഷൻ തരുന്നവനും അത് ഓർമ്മ വേണം. അവൻ്റെ വിധിയും ഇതുപോലാന്ന്. റൂമിന് അഭിമുഖം ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. കുണ്ടായി പവിത്രൻ ചെന്ന് വാതിൽ തുറന്നു. ജയന്തനും 3 പേരും വരാന്തയിലേക്ക് ചാടിക്കയറി. കേറി വാ സാറേ, മുതലകത്തുണ്ട്. ഷർട്ടും കാൽമുട്ടിന് മുകളിൽ വരെ എത്തുന്ന അടിവസ്ത്രവും ധരിച്ചു നിന്ന് ഇളിക്കുന്ന കുണ്ടായി പവിത്രനെ ജയന്തൻ നോക്കി. പിന്നെ അയാൾ തിരിഞ്ഞ് ചുറ്റുപാടും വീക്ഷിച്ചു. ലോഡ്ജിന്റെ പുറത്ത് ആരുമില്ല. ജയന്തനും കൂടെ വന്നവരിൽ 2 പേരും അകത്ത് കയറി. കുണ്ടായി പവിത്രൻ വാതിലടിച്ചു കുറ്റിയിട്ടു. ആരെയോ തല വഴി മറിച്ച് കട്ടിലിൽ കെട്ടിയിട്ടത് ജയന്തൻ കണ്ടു. കുണ്ടായി പവിത്രൻ ചെന്ന് മഹേഷിനെ കമഴ്ത്തിയിട്ട് പിന്നിലെ കെട്ടഴിച്ചു. അയാൾ മുണ്ട് വലിച്ചെടുത്തതും മഹേഷ് ഉരുണ്ടുപോയി. മുണ്ട് കുടഞ്ഞ് തലയ്ക്ക് മുകളിലൂടെ വീശി കുണ്ടായി പവിത്രൻ ഷർട്ടിനു മീതെ ഉടുത്തു. മടക്കി കുത്തിയിട്ട് കമിഴ്ന്നു കിടന്ന മഹേഷിനെ പിടിച്ച് ഉയർത്തിയിരുത്തി. മുഖം പിടിച്ചുയർത്തി. ഇതല്ലേ സാറേ ഉരുപ്പടി? മഹേഷ് ജയന്തനെ നോക്കിയതും വിറയ്ക്കാൻ തുടങ്ങി. ജയന്തൻ അടുത്ത് ചെന്നിട്ട് ഒരു കാൽ കട്ടിലിൽ ചവിട്ടി നിന്ന് മഹേഷിന്റെ താടിയിൽ കുത്തിപ്പിടിച്ചു. രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയല്ലേടാ? നിന്നോട് ഞാൻ പറഞ്ഞതാ, നീ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും ഒളിമ്പിന് വിരിക്കുന്ന വലയിൽ വീഴുമെന്ന്. എന്നെ ഒന്നും ചെയ്യരുത് സർ. നിങ്ങൾക്ക് തരാനുള്ള പണം ഞാൻ തരാം. സത്യം, ആ പണം കണ്ടെത്താനാണ് ഞാൻ സേലത്ത് വന്നത്. ജയന്തൻ അവന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. പിന്നെയും കള്ളം പറയുന്നോടാ? നീ എവിടെ നിന്നെടുത്ത് പണം തരും? എല്ലാം അറിഞ്ഞു വെച്ച് തന്നെയാടാ ഞാൻ വന്നത്. നിന്റെ വീട്ടിലും പോയിരുന്നു. ആ പെണ്ണിന്റെ തള്ള അവിടെയുണ്ട്. നാട്ടിലുള്ള നിന്റെ വിലാസം കീറിയടാ. ഇനി ഒന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മഹേഷിന് മനസ്സിലായി. ഇനി നീ ഭൂമിയിൽ വേണ്ടട നായേ. ആ പണത്തോടൊപ്പം നിന്നെയും തീർത്ത് കളയാൻ പോവുക. മഹേഷ് പെട്ടെന്നൊന്ന് ചിരിച്ചു. എന്നെ തീർത്തോ? പക്ഷേ അവളുണ്ടല്ലോ സോനു, അവൾ ഇനി പുറത്തു വരില്ല. അതിന് വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. ജയന്തൻ അവനെ തുറച്ചു നോക്കി. നാളെ പകൽ 12 മണിക്ക് മുമ്പ് ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ എൻ്റെ പിള്ളേര് അവളുടെ ആദ്യത്തെ 3 വീഡിയോ യൂട്യൂബിൽ റിലീസ് ചെയ്യും. അങ്ങനെ 4 മാസത്തിൽ 3 വീതം. മഹേഷ് അവസാനത്തെ അടവും പയറ്റി. അവൻ ഇടറുന്ന കാലുകളുമായി എഴുന്നേറ്റു. എൻ്റെ ജീവനാണോ അവളുടെ മാനമാണോ വലുതെന്ന് ഭാമിനിയോട് വിളിച്ചു ചോദിക്കേ. ജയന്തന്റെ മുന്നിൽ നിവർന്നു നിന്ന് മഹേഷ് കീഴ്ചുണ്ട് കടിച്ചു ചിരിച്ചു. എന്നെ നിങ്ങൾ ഉപദ്രവിച്ചാലോ, എൻ്റെ അവയവങ്ങൾ അറുത്തെടുത്താലോ ഞാനൊന്നും പറയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ല്, എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവളിപ്പോൾ ഏതോ പടത്തിൽ അഭിനയിക്കുകയല്ലേ? ഞാനതറിഞ്ഞു. നാളെ 12 മണി കഴിഞ്ഞാൽ അവൾ തീരും. മഹേഷ് പൊട്ടിച്ചിരിച്ചു. ജയന്തൻ അനങ്ങാതെ നിന്നു. എന്ത് വേണമെന്ന് ഭാമിനി പറയട്ടെ? 1.5 കോടിക്ക് എൻ്റെ ജീവൻ വേണോ? വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന പെണ്ണിന് മാനം വേണോ? ജയന്തൻ കാലുയർത്തി മഹേഷിന്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ ചുവരിൽ ചെന്നിടിച്ച് നിലത്ത് വീണു. ചുരുട്ടിക്കെട്ടി വണ്ടിയിൽ കയറ്റടാ. കുണ്ടായി പവിത്രനും 2 പേരും ചേർന്ന് മഹേഷിനെ പൊക്കിയെടുത്തു. മഹേഷിന് ബോധമില്ലായിരുന്നു. വെയിറ്റ്, പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. കുണ്ടായി പവിത്രൻ വാതിൽ തുറന്ന് തല നീട്ടി. കൊണ്ടുവാ. അവർ മഹേഷിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ജയന്തൻ മുറിയാകെ പരിശോധിച്ചു. കട്ടിലിന്റെ അടിയിൽ നിന്ന് മഹേഷിന്റെ ബാഗ് കിട്ടി. അയാൾ അതെടുത്ത് കട്ടിലിൽ വെച്ച് തുറന്നു. ബാഗിനുള്ളിൽ കൈയിട്ടപ്പോൾ ഒരു കടലാസ് പൊതി തടഞ്ഞു. അയാൾ അതെടുത്ത് തുറന്നു നോക്കി. 3 ലക്ഷം രൂപയുണ്ടെന്ന് ജയന്തന് മനസ്സിലായി. നോട്ടുകെട്ടുകൾ അയാൾ ഓവർകോട്ടിന്റെ ഉള്ളിൽ താഴ്ത്തി. ബാഗും എടുത്ത് പുറത്തു വന്നു. വാതിലടച്ച് ഓടാമ്പിൽ പിടിച്ചിട്ടു. ഗേറ്റിനടുത്ത് മങ്ങിയ വെളിച്ചം മാത്രമുണ്ട്. വണ്ടി കിടക്കുന്ന ഭാഗത്ത് കട്ട പിടിച്ച് ഇരുട്ടായിരുന്നു. കോവിലിൽ നിന്ന് ഉച്ചത്തിലുള്ള ചെണ്ടമേളം കേൾക്കാം. ആളുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാകുമെന്ന് ജയന്തൻ ഊഹിച്ചു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? കാറിനടുത്ത് വന്നിട്ട് ജയന്തൻ ചോദിച്ചു. ഇവിടെങ്ങും ആരുമില്ല സർ.
മഹേഷിന്റെ ബാഗ് ജയന്തൻ ഒരാളിന്റെ കയ്യിൽ കൊടുത്തു. എല്ലാവരും കേറ്. ജയന്തൻ മുന്നിൽ കയറി. സീറ്റിൽ ചാരി മഹേഷ് കുഴഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മറ്റുള്ളവർ പിന്നിൽ കയറി. ഇരുട്ടിനെ തുളച്ചുകൊണ്ട് കാറിന്റെ ഹെഡ്ലൈറ്റുകൾ കണ്ണു തുറന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. റോഡ് വിജനമായി കൊണ്ടിരുന്നു. സേലം ബസ് സ്റ്റാൻഡിനടുത്തെത്തിയപ്പോൾ വണ്ടി നിർത്താൻ ജയന്തൻ പറഞ്ഞു. ഷൺമുഖൻ കോഫി ഷോപ്പിനടുത്തായി XUV നിർത്തി. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പായിരുന്നു അത്. ഓവർകോട്ടിൽ കൈയിട്ട് മഹേഷിന്റെ ബാഗിൽ നിന്നെടുത്ത നോട്ടുകെട്ടുകൾ വലിച്ചെടുത്ത് ജയന്തൻ പിന്നിലേക്ക് നീട്ടി. പവിത്രന്റെ പണി കഴിഞ്ഞു, നിനക്കിനി പോകാം. കുണ്ടായി പവിത്രൻ നോട്ടുകെട്ടുകൾ വാങ്ങി. 3 ഉണ്ടല്ലോ സാറേ. ജയന്തൻ വാക്കുമാറ്റില്ല. കുണ്ടായി പവിത്രൻ സീറ്റിലിരുന്നു കൊണ്ട് നോട്ടുകെട്ടുകൾ മടിക്കുത്തിൽ താഴ്ത്തി ഷർട്ട് വലിച്ചിട്ടു. ഡോർ തുറന്നിറങ്ങി. അയാൾ ജയന്തന്റെ ഭാഗത്തു വന്ന് പല്ലി ചിലയ്ക്കും പോലെ ഇളിച്ചു. സലാം സാർ. വണ്ടി വിട്, ജയന്തൻ പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങി. ജയന്തൻ പിന്നിലെ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. കാറിനുള്ളിൽ വീണ സ്ട്രീറ്റിൽ നിന്നുള്ള വെട്ടത്തിൽ 2 പേർക്കിടയിൽ ഞെരിഞ്ഞിരിക്കുന്ന മഹേഷിനെ അയാൾ കണ്ടു. ഇട റോഡിലൂടെ വണ്ടി കുറേ ദൂരം ഓടി. മറ്റൊരു റോഡിൽ ചെന്ന് കയറി. 500 മീറ്റർ ഓടി വണ്ടി മറ്റൊരു ചെറിയ റോഡിലേക്ക് തിരിഞ്ഞു. അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. എതിരെ വാഹനങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ചേരിയാണ്. മഹേഷ് കണ്ണു തുറന്നു. അവൻ പിടഞ്ഞു. ഏയ്, നിങ്ങൾ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? സീറ്റിൽ നിന്ന് അവൻ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും 2 പേർ ചേർന്ന് അവനെ പിടിച്ചിരുത്തി. നിന്നെ യാത്രയാക്കാൻ കൊണ്ടുപോകുവാടാ, ജയന്തൻ വിളിച്ചു പറഞ്ഞു. രക്ഷിക്കണേ, രക്ഷിക്കണേ, മഹേഷ് ഉച്ചത്തിൽ നിലവിളിച്ചു. ജയന്തൻ പൊട്ടിച്ചിരിച്ചു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ വലത് ഭാഗത്ത് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടു. അത് മുകുടൻ ചാവടി സ്റ്റേഷനാ സർ, ഡ്രൈവർ പറഞ്ഞു. മുന്നോട്ട് പോകട്ടെ. പിന്നെയും 1 കിലോമീറ്ററോളം പോയപ്പോൾ ജയന്തൻ വണ്ടി നിർത്താൻ പറഞ്ഞു. ജയന്തൻ ഡോർ തുറന്നിറങ്ങി. നിലാവെട്ടത്തിൽ നിന്ന് അയാൾ ചുറ്റുമൊന്ന് നോക്കി. ഏറെക്കുറെ ഒരു മൈതാനം പോലെ ആ സ്ഥലം തോന്നി. 4 അടി ഉയരത്തിലൂടെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട്. പടിഞ്ഞാറേ മാനത്ത് അർദ്ധവൃത്താകൃതിയിൽ ചന്ദ്രക്കല. പിടിച്ചിറക്കി കൊണ്ടുവാ മോനെ. ജയന്തൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് പിസ്റ്റൾ വലിച്ചെടുത്തു. 2 പേർ ചേർന്ന് മഹേഷിനെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. ജയന്തൻ അവന്റെ നെഞ്ചിൽ തള്ളി കാറിനോട് ചേർത്ത് നിർത്തി. പിസ്റ്റൾ അവന്റെ നെഞ്ചിൽ മുട്ടിച്ചു നിർത്തി. കൊല്ലരുത്, എന്നെ കൊന്നിട്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല. നീ എന്താടാ പറഞ്ഞത്? നിന്നെ കൊന്നാൽ ആ വീഡിയോസ് നെറ്റിൽ വിടുമെന്നോ? അങ്ങനെ ഒരു വീഡിയോ നീ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കയറ്റി വിടട്ടെ. പക്ഷേ നിന്നെ പോലൊരുത്തൻ ജീവിച്ചിരിക്കാൻ പാടില്ല. മൊബൈൽ ഷോപ്പിൽ സെയിൽസ്മാനായി നിന്ന നീ എങ്ങനെ മാമ്പള്ളി മഹേഷ് ആയതെന്ന കഥകളൊക്കെ ഞാൻ അറിഞ്ഞടാ. ജയന്തൻ തോക്ക് അവന്റെ നെഞ്ചിലൂടെ ഉരസി കുത്തിക്കൊണ്ട് താഴ്ത്തി. ഒരു പാവം ഗൾഫുകാരന്റെ ചോരയൂറ്റിക്കുടിച്ച് വീർത്ത അട്ടയാ നീ. നിന്നെ കൊന്നു കളഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് പുണ്യമാ. ഏത് നിമിഷവും വെടിപൊട്ടുമെന്ന് മഹേഷിന് തോന്നി. നിന്നെ ഞാൻ ബുള്ളറ്റ് കൊണ്ട് തീർക്കില്ല. അങ്ങനെ ഒരു രാജകീയ മരണം നിനക്ക് വേണ്ട. പട്ടിയെ പോലെ നീ ചാവണം. ഡ്രൈവർ വില കുറഞ്ഞ ഒരു ഫുൾ ബോട്ടിൽ റം കൊണ്ടുവന്നു. പൊട്ടിച്ച് അവന്റെ തൊള്ളയിലോട്ട് കമഴ്ത്ത്. പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് പൊട്ടിച്ചു കളഞ്ഞ് മഹേഷിന്റെ കവിളിൽ കുത്തിപ്പിടിച്ച് ഡ്രൈവർ കുപ്പി വായിലേക്ക് പിടിച്ചു. ജയന്തൻ അവന്റെ അടിവയറ്റിൽ കുത്തിപ്പിടിച്ചതും ഉള്ളു കത്തിച്ചുകൊണ്ട് മദ്യം താഴേക്കിറങ്ങിപ്പോയി. കുപ്പി കാലിയാവുന്നതുവരെ അവർ പിടിവിട്ടില്ല. മഹേഷ് നെഞ്ചുപൊത്തി നിലത്ത് വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ഒരാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിട്ടു. ആടിയാടി അവൻ കാറിന്റെ പിന്നിൽ ചെന്നിടിച്ചു വീണു. എല്ലാവരും ഉറക്കെ ചിരിച്ചു. റെയിൽ പാളങ്ങളിൽ ഒരു പ്രകമ്പനം ഉണ്ടായി. ദൂരെ നിന്ന് ട്രെയിനിന്റെ ഹോൺ മുഴങ്ങാൻ തുടങ്ങി. അവനെ കയറ്റി വിട്ടേക്ക്. 3 പേരും ചേർന്ന് ബോധമറ്റു കിടന്ന മഹേഷിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി റെയിൽവേ പാളത്തിൽ കഴുത്ത് വെച്ച് കിടത്തി. അവന്റെ ബാഗ് ട്രാക്കുകൾക്കിടയിൽ വലിച്ചെറിഞ്ഞു. കേറിക്കോ, ജയന്തൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും കാറിൽ കയറി. കാർ മുന്നോട്ടോടുമ്പോൾ എതിരെ പാളങ്ങളെ വിറപ്പിച്ച് ട്രെയിൻ പാഞ്ഞുപോയി. അതൊരു ഗുഡ്സ് ട്രെയിനായിരുന്നു. ഹസൻപട്ടിയിൽ കാർ വന്നു കയറുമ്പോൾ ജയന്തൻ സെല്ലെടുത്ത് ഭാമിനിയുടെ നമ്പറിൽ വിളിച്ചു. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാതെ ഹാളിൽ ഭാമിനി ഇരിപ്പുണ്ടായിരുന്നു. ടീപ്പോയിൽ ഇരുന്ന സെല്ലിലേക്ക് നോക്കിയാണ് ഭാമിനി ഇരുന്നത്. പൊടുതനെ സെൽ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ ഒളിമ്പ്യൻ എന്ന് തെളിഞ്ഞതും ഭാമിനി നെഞ്ചിടിപ്പോടെ ഫോൺ എടുത്തു. ജയന്ത, ആ ചതിയൻ ഇനിയില്ല, തീർന്നു. ഉല പോലെ ചുട്ടുപഴുത്ത ഭാമിനിയുടെ ശരീരം മെല്ലെ തണുക്കാൻ തുടങ്ങി. എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, രാവിലെ പണം ഞാൻ തരാം. അതിനുവേണ്ടി 1 രൂപ പോലും നീ തരണ്ട.
അവൻ്റെ കൊട്ടേഷൻ തുക അവൻ തന്നെ തന്നു. മൊബൈൽ ഫോൺ കുറേ നേരം ബെല്ലടിച്ചിട്ടാണ് കട്ടിലിന് താഴെ വെച്ചിരുന്ന ഫോൺ മണിയമ്മ എടുത്തത്. മഞ്ജുവാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇന്നലെ രാത്രിയും 2-3 തവണ അവൾ വിളിച്ചിരുന്നു. ബെല്ലടിച്ച് ഫോൺ നിന്നു. വീടിനും പറമ്പിനും അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആധാരം നടക്കുമെന്നാണ് പറഞ്ഞത്. മൃദുലയെ എന്ത് ചെയ്യുമെന്ന് അവർക്കൊരു രൂപവുമില്ലായിരുന്നു. മണിയമ്മ എഴുന്നേറ്റ് മൃദുല കിടന്ന മുറിയിലേക്ക് ചെന്നു. അവൾ കട്ടിലിൽ ഇരിപ്പുണ്ട്. അവർ അടുത്തിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇനി വേണ്ട. എനിക്ക് നിനക്കും ഇവിടെ കഴിയാനും പറ്റില്ല. മഞ്ജു വിളിച്ചോണ്ടിരിക്കുക. അടുത്തയാഴ്ച ആധാരം നടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. അരിയാണെങ്കിൽ ഒരു മണിയില്ല. മണിച്ചേച്ചി അവളുടെ കൂടെ പോയിക്കോ, ഞാൻ മറ്റെവിടേക്കെങ്കിലും പോകാം, നിർവികാരിയായി മൃദുല പറഞ്ഞു. ജയരാമന്റെ വീട്ടിലേക്ക് പോകാനാണോ നിന്റെ തീരുമാനം? ജിജ്ഞാസയോടെ മണിയമ്മ അവളെ നോക്കി. അങ്ങോട്ട് ഞാൻ പോവില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ മഹിക്കൊപ്പം ജീവിക്കാമെന്ന മോഹം മനസ്സിൽ വെച്ചുമല്ല. എൻ്റെ മക്കളെ നേരിടാൻ എനിക്ക് കഴിയില്ല. കണ്ണീരുണങ്ങിയ മൃദുലയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. പിന്നെ നീ എങ്ങോട്ട് പോകും? ചെന്ന് കയറാൻ ഒരു ചേക്ക പോലും നിനക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? വല്ല അനാഥാലയത്തിലും സ്ഥലം കിട്ടുമെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാം. എൻ്റെ മോനാ നിനക്ക് ഇങ്ങനെയൊരു ദുർവിധി വരുത്തി വെച്ചത്. മണിച്ചേച്ചിക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കത് മതി. നീ എവിടെയെങ്കിലും പോയി ജീവൻ ഒടുക്കിയ അതിൻ്റെ പാപം കൂടി ഞാൻ അനുഭവിക്കണം. മണിയമ്മ മൂക്കു പിഴിഞ്ഞു. ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല. അത് ചെയ്യണമെങ്കിൽ നേരത്തെ ആവാമായിരുന്നു. പുറത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആരോ വന്നെന്ന് തോന്നുന്നു. മണിയമ്മ എഴുന്നേറ്റു. പിന്നാലെ മൃദുലയും എഴുന്നേറ്റു. ആരായാലും വാതിൽ തുറക്കണ്ട. രണ്ടുപേരും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വീടിന് മുന്നിലെ റോഡിൽ ഒരു പോലീസ് ജീപ്പ് കണ്ടു. അതിൽ നിന്ന് പോലീസുകാർ ഇറങ്ങുകയാണ്. പോലീസാണ്. മൃദുല മുഖം വലിച്ചു. കാശ് കിട്ടാനുള്ള ആരോ അവൻ്റെ പേരിൽ കേസ് കൊടുത്തു കാണും. ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കും. മണിയമ്മ കസേരയിൽ ചെന്നിരുന്നു. ഇവിടെ ആരുമില്ലേ? മുറ്റത്ത് നിന്ന് മുഴക്കമുള്ള സ്വരം കേട്ടു. രണ്ടുപേരും ചലിച്ചില്ല. വാതിലിൽ തട്ടുന്ന ശബ്ദമുണ്ടായി. നീ ചെന്ന് വാതിൽ തുറക്ക്. നാട്ടാര് കൂടുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചയക്ക്. മൃദുല ചെന്ന് വാതിൽ തുറന്നു. വരാന്തയിൽ 3 പോലീസുകാർ നിൽപ്പുണ്ട്. ഇതല്ലേ മാമ്പള്ളി മഹേഷിന്റെ വീട്? ഇൻസ്പെക്ടറാണ് അവളോട് ചോദിച്ചത്. അതെ. ഇവിടെ പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങൾ മഹേഷിന്റെ ആരാ? സിസ്റ്ററാണോ? അല്ല, റിലേഷനിൽപ്പെട്ട ഒരാളാ. വേറെ ആരും ഇവിടെ ഇല്ലേ? മഹേഷിന്റെ അമ്മ മാത്രമേ ഇവിടെയുള്ളൂ. ഇൻസ്പെക്ടർ അല്പനേരം ആലോചിച്ചു നിന്നു. കേസുമായി ബന്ധപ്പെട്ടല്ല അവർ വന്നതെന്ന് മൃദുലയ്ക്ക് തോന്നി. മഹേഷ് എവിടെയാ പോയതെന്ന് അറിയാമോ? ആരോടും പറയാതെയാ വീട്ടിൽ നിന്ന് രാത്രി പോയത്. ഇൻസ്പെക്ടർ പോലീസുകാരന്റെ നേർക്ക് കൈനീട്ടി. ഫയലിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു കൊടുത്തു. ഇൻസ്പെക്ടർ അത് മൃദുലയെ കാണിച്ചു. ഇതാണോ മഹേഷ്? അയാൾ ഫോട്ടോയിലേക്ക് നോക്കി. എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള മഹേഷിന്റെ ചിത്രമായിരുന്നു അത്. അതെ സാർ, മഹേഷാണ്. ഇൻസ്പെക്ടർ മൂളി. തമിഴ്നാട് പോലീസ് തന്ന ഇൻഫർമേഷൻ അനുസരിച്ചാ ഞങ്ങൾ വന്നത്. ബന്ധുക്കൾ ഉടൻ സേലം കാക്കപ്പാളയം പോലീസ് സ്റ്റേഷനിലെത്തണം. എന്താ സാർ കാര്യം? ഒരു ഭീതി മൃദുലയുടെ പെരുവിരലിൽ നിന്ന് മുകളിലേക്ക് അരിച്ചു കയറി. അവിടെ മുകുടൻ ചാവടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ മഹേഷിന്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. മൃദുല വിറങ്ങലിച്ചു നിന്നു. ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ബാഗിൽ നിന്നാണ് പേരും വിലാസവും ഫോട്ടോയും മനസ്സിലാക്കിയത്. അയ്യോ, എന്റെ മോൻ എന്താ പറ്റിയേ? അലമുറയിട്ടുകൊണ്ട് മണിയമ്മ ഓടി വന്നു. മൃദുലയെ പിടിച്ചുലച്ച് മണിയമ്മ ഉറക്കെ നിലവിളിച്ചു. എന്റെ മോൻ ജീവനോടെ ഇല്ലേ? ശിരസ് പെരുത്ത് ഒരു മരവിപ്പിൽ അമർന്ന് മൃദുല നിന്നതേയുള്ളൂ. സാറന്മാരെ, എന്റെ കുഞ്ഞെവിടെ? പോലീസുകാരെ നോക്കി അവർ വിലപിച്ചു. ഇൻസ്പെക്ടറും പോലീസുകാരും മുറ്റത്തിറങ്ങി. അവർ ജീപ്പിന്റെ അടുത്തെത്തിയപ്പോൾ ഏതാനും നാട്ടുകാർ അങ്ങോട്ട് വന്നു. മാമ്പള്ളി മഹേഷ് ട്രെയിനിന് തലവെച്ച വിവരം കണ്ണമ്പ്രയിൽ കാട്ടുതീ പോലെ പടരാൻ അധിക സമയമുണ്ടായില്ല. പണിയെടുത്ത അമൃതയും ചാരുതയും തളർന്നു. ഉച്ച മുതൽ തുടങ്ങിയ പാക്കിംഗ് രാത്രി 7 മണിയോടെയാണ് അവസാനിച്ചത്. എടുത്താൽ പൊങ്ങുന്ന ബാഗുകളൊക്കെ അമൃതയും ചാരുതയും ഹാളിൽ കൊണ്ടുവച്ചു. അതിൽ അവരുടെ പുസ്തകങ്ങളായിരുന്നു. അച്ഛനെ ഇതുവരെയും കണ്ടില്ലല്ലോ. തളർന്ന് സിറ്റിയിലിരുന്നിട്ട് ചാരുത പറഞ്ഞു. വൈകുന്നേരം വരെ അവിടെ പണിയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. കിണർ വറ്റിച്ചെടുത്ത് കരയ്ക്ക് കയറിയപ്പോൾ നിറഞ്ഞെന്ന്. ആ ചുറ്റുപാട് കാണാൻ കൊതി തോന്നുക. നശിച്ച ഈ സ്ഥലത്ത് നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി. നാളെ നമ്മൾ പോകുമ്പോൾ ദേവി ചെറിയമ്മയെ ചെന്ന് വിളിക്കണ്ടേ?
അമൃത അവളുടെ അടുത്തിരുന്നു. നീ കരുതുന്നത് പോലെ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല മോളെ. കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആ ക്ഷമ നമ്മൾ കാണിക്കണം. ചാരുത മിണ്ടിയില്ല. ആദ്യം നീ മനസ്സിലാക്കേണ്ടത് അച്ഛനു വേണ്ടി കാത്തിരുന്നവളല്ല ദേവി ചെറിയമ്മയെന്ന. ഒരവസരം കിട്ടുമ്പോൾ വലിഞ്ഞു കയറാനും അവർ വരില്ല. പുറത്ത് ബൈക്കിന്റെ ഇരമ്പൽ കേട്ടു. അമൃത ചെന്ന് വാതിൽ തുറന്നു. ജയരാമൻ അകത്തേക്ക് വന്നു. എല്ലാം വാരി കെട്ടിയോ? ചിരിയോടെ അയാൾ ചോദിച്ചു. ഞങ്ങൾ റെഡി. അച്ഛനൊരു വണ്ടി പിടിച്ചുകൊണ്ട് വന്ന രാത്രി തന്നെ നമുക്ക് പോകാം. ചാരുത ഉത്സാഹം കാണിച്ചു. നമ്മൾ എന്തിനാ മോളെ ഒളിച്ചോടുന്നത്? രാവിലെ തന്നെ പോകാം. മലമ്പുഴയ്ക്കാ പോകുന്നതെന്ന് അച്ഛൻ ആരോടെങ്കിലും പറഞ്ഞോ? അമൃത സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഇതുവരെയും നമ്മൾ പോകുന്ന കാര്യം നാട്ടുകാർക്കറിയില്ല. അച്ഛൻ കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ബുള്ളറ്റ് ബൈക്കിന്റെ ഇരമ്പൽ മുറ്റത്ത് കേട്ടു. ഭദ്രന്റെ വരവാണെന്ന് ജയരാമന് മനസ്സിലായി. ഭദ്രൻ മാമയാ, അമൃത പറഞ്ഞു. ജയരാമൻ സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ ഭദ്രൻ മുറ്റത്തെത്തി. അയാൾ ഓടി വന്നു. ജയരാമ, നീ വിവരം അറിഞ്ഞോ? എന്താ? ഭദ്രൻ സിറ്റൗട്ടിലേക്ക് കയറി. അവൻ ട്രെയിനിന് തലവെച്ചു. സിറ്റൗട്ടിലേക്ക് വന്ന അമൃതയും ചാരുതയും അത് കേട്ടു. ആര് തലവെച്ച കാര്യമാ ഭദ്രൻ പറയുന്നത്? ജയരാമന്റെ ഒച്ച വിറച്ചു. മഹി. ജയരാമനെ വിശ്വസിക്കാനായില്ല. മഹിയെ പോലൊരുത്തൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അന്ന് രാത്രി തന്നെ അവൻ മുങ്ങി. സേലത്ത് റെയിൽ പാളത്തിൽ ഇന്ന് രാവിലെയാ ബോഡി കണ്ടത്. അവന്റെ ആളുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അമൃതയും ചാരുതയും ഞെട്ടലോടെ നിന്നു. ജയരാമൻ ചാരുപടിയിൽ ചെന്നിരുന്നു. ആള് തെറ്റിയതായിരിക്കുമോ? ജയരാമന്റെ തൊണ്ട വരണ്ടു. ഒരു സംശയവും വേണ്ട. അവന്റെ ബാഗും പേഴ്സും സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടി. പേഴ്സിലെ വിവരം വെച്ചാ പോലീസ് അന്വേഷിച്ചു വന്നത്. വണ്ടിക്ക് തലവെക്കുകയല്ലാതെ മറ്റെന്ത് വഴിയാ അവനുള്ളത്? ഭദ്രൻ കസേരയിൽ ചെന്നിരുന്നു. അമൃത ഓടിച്ചെന്ന് മേശയിലിരുന്ന സെല്ലെടുത്തു. സഞ്ജുവിന്റെ നമ്പറിലേക്ക് വിളിച്ച് അവൾ കിച്ചണിലേക്ക് നടന്നു. എന്താ അമ്മു? അവന്റെ ശബ്ദം കേട്ടതും ഒറ്റ ശ്വാസത്തിൽ അവൾ വിവരം പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചതാ. അതൊരു മർഡറാ. വെൽ പ്ലാൻഡ് മർഡർ. ആരത് ചെയ്തു? ഓളിമ്പ്യൻ ചേന്തൻ. അല്ലാതാര്? മഹിയെ പോലൊരു മനുഷ്യമൃഗം ഒരിക്കലും ട്രെയിനിന് തലവെക്കില്ല. ആത്മഹത്യ ചെയ്യുന്നവനും ഒരു മനസ്സ് വേണം. നീ ഇതാരോടും പറയണ്ട. ഇനി ആ സ്ത്രീ എന്തു ചെയ്യും? അമൃതയെ നടുക്കിയ ചോദ്യം അതായിരുന്നു. മഹിയുടെ വിധി നമ്മൾ അറിഞ്ഞു. ഇനി അറിയേണ്ടത് ആ സ്ത്രീയുടെ വിധിയാ. അത് വൈകാതെ കാത്തിരുന്നറിയാം. സഞ്ജുവിന്റെ വാക്കുകൾ അമൃതയുടെ തലയ്ക്കുള്ളിൽ പ്രതിധ്വനിച്ചു. സന്ധ്യയായതു മുതൽ മാമ്പള്ളി വീടിന്റെ മുറ്റത്തും റോഡിലും ചെറിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. ആരും അകത്തേക്ക് കയറി ചെല്ലാൻ തയ്യാറായില്ല. ഒരു ഓട്ടോ വന്ന് റോഡിൽ നിന്നു. അതിൽ നിന്ന് മഞ്ജുവും 2 സ്ത്രീകളും പുറത്തിറങ്ങി. ആളുകളെ കണ്ടതും മഞ്ജുവിന്റെ ഭാവം മാറി. വച്ചു പൊറപ്പിക്കില്ല ഞാൻ അവളെ. ഒന്നും അറിയാത്ത എന്റെ കൊച്ചനെ കൊന്നിട്ട് അവളെ വെച്ചു പൊറപ്പിക്കില്ല. അലറി വിളിച്ചുകൊണ്ട് മഞ്ജു വീട്ടിലേക്ക് ഓടി. മഞ്ജുവിനെ കണ്ടതും നിലത്തിരുന്ന് കരഞ്ഞ മണിയമ്മ നെഞ്ചത്തടിച്ച് അലമുറയിട്ടു. എന്റെ മോളെ, നിന്റെ അനിയൻ പോയടി. എന്റെ പൊന്നും മോൻ പോയടി. മഞ്ജു ഭ്രാന്ത് പിടിച്ചതുപോലെ മുറിയിലേക്ക് പാഞ്ഞു കയറി. കട്ടിലിൽ ചുവരിൽ ചാരി മൃദുല ഇരിപ്പുണ്ടായിരുന്നു. ഇനി നീ എന്തിനാടി കാത്തിരിക്കുന്നത്? അവന്റെ ശവം തിന്നാനോ? ഇറങ്ങടി എന്റെ വീട്ടീന്ന്. പാഞ്ഞു ചെന്ന് മൃദുലയുടെ ചികിട്ടത്തടിച്ച് കയ്യിൽ പിടിച്ചു വലിച്ച് മഞ്ജു നിലത്തിട്ടു. മഞ്ജുവിന്റെ കൂടെ വന്ന 2 സ്ത്രീകൾ അകത്തേക്ക് വന്നു. പിടിക്കുന്നാത്തൂനെ, അവന്റെ ശവം ഈ വീട്ടിൽ കൊണ്ടുവരുന്നതിനു മുമ്പ് എനിക്കിവളെ അടിച്ചിറക്കി വിടണം. പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവളെ, കടന്നു പോടി. കൂട്ടത്തിൽ തടിച്ചൊരു സ്ത്രീ വന്ന് മൃദുലയെ പിടിച്ചുയർത്തി. മൃദുലയുടെ എതിർപ്പ് വകവയ്ക്കാതെ 3 പേരും ചേർന്ന് അവളെ പുറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. അയ്യോ, അവളെ ഒന്നും ചെയ്യല്ലേ. നിലത്തിരുന്ന മണിയമ്മ കരഞ്ഞു. തള്ള മിണ്ടരുത്. ഇനിയും നിങ്ങൾക്കിവളെ കൂടെ പൊറപ്പിക്കണോ? മഞ്ജു അട്ടഹസിച്ചു. മൃദുലയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ മുറ്റത്തേക്ക് തള്ളി. അവൾ നിലത്ത് വീണു. തുള്ളി വിറച്ചു മഞ്ജു മുറ്റത്ത് ചാടി. എണീച്ചു പോടി. മൃദുല എഴുന്നേറ്റു. ഇറക്കി വിടാനാ ഭാവമെങ്കിൽ അതങ്ങ് മനസ്സിലിരിക്കത്തേയുള്ളൂ. നിങ്ങളുടെ അനിയനാ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നേരം വെളുക്കട്ടെ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. എന്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാടാ? അത്രയ്ക്കും നെണ്ണമെങ്കിൽ നീ അവളെ കൊണ്ടുപോ. മഞ്ജു അവനോട് കയർത്തു. കിടന്ന് പൊളയ്ക്കാതെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അവരുടെ കാശ് പിടുങ്ങിയപ്പോൾ കൊള്ളായിരുന്നല്ലോ. അനിയൻ കുറെ വിലസിയതല്ലേ?
ഇവർ ഒരിടത്തും പോവില്ല. അവന്റെ ബോഡി ഇവിടെ കൊണ്ടുവരുന്നത് വരെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാവും. മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. നീ കേറി വാടി പെണ്ണെ, അവൾക്ക് സൈഡ് പറയാൻ ഇനി ആള് കൂടും. വരാന്തയിൽ നിന്ന് സ്ത്രീ വിളിച്ചു പറഞ്ഞു. നിന്നെ ഇവിടെ കണ്ടാൽ ഈ മുറ്റത്തിട്ട് നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. മഞ്ജുവും കൂടെയുള്ളവരും വീട്ടിൽ കയറി വാതിൽ വലിച്ചടച്ചു. നിങ്ങൾ വരാന്തയിൽ ചെന്നിരിക്കെ ഒരാൾ മൃദുലയോട് പറഞ്ഞു. മൃദുല തിരിഞ്ഞ് റോഡിലേക്ക് നടന്നു. രാത്രി നിങ്ങൾ എവിടാ പോകുന്നത്? അവിടെ നിൽക്ക്. ചെറുപ്പക്കാർ കൂടെ ചെന്നു. റോഡിൽ നിന്നവരും അവളെ തടയാൻ ശ്രമിച്ചു. അവൾ നിന്നില്ല. എടി നിൽക്കാൻ. ഒരാൾ മൃദുലയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ ഈ രാത്രി എവിടേക്കെന്ന് വെച്ചാ പോകുന്നത്? നാളെ ഇനി മറ്റൊരു മരണം കൂടെ ഞങ്ങളുടെ തലയിലാവും. നേരം വെളുത്തിട്ട് എവിടേക്കെന്ന് വെച്ചാ പോയിക്കോ. എനിക്ക് പോണം, തണുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു. ആളുകൾ അവൾക്ക് ചുറ്റും വട്ടം കൂടി. വല്ല ബന്ധുവീട്ടിലേക്കുമാണെങ്കിൽ നിന്നെ ഒരു വണ്ടിയിൽ കയറ്റിവിടാം. അവൾ തലയാട്ടി. നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? അതിന് നിന്നെ അയാൾ സ്വീകരിക്കുമോ? എന്നെ ഇറക്കി വിട്ടതല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാ. എനിക്ക് തിരിച്ചു പോണം. എവിടെയാ സ്ഥലം? ആരോ ചോദിച്ചു. ഋഷി നാരദ മംഗലത്ത. മൃദുല മുഖം കുമ്പിട്ട് നിന്നു. നാട്ടുകാർക്കിടയിൽ ചെറിയൊരു സംസാരമുണ്ടായി. അവളെ രാത്രി വിടുന്നതിനേക്കാൾ ഭർത്താവിന്റെ മുന്നിലെത്തിക്കുന്നതാ. അതിനയാൾ ഇവളെ വീട്ടിൽ കയറ്റിയിട്ട് വേണ്ടേ? നിയമപരമായി ഇവൾ അയാളുടെ ഭാര്യയാ. അടിച്ചിറക്കി വിടാനൊന്നും പറ്റില്ല. ഇറക്കി വിടാൻ നോക്കിയാ പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യമൊക്കെ ഇവൾക്കുണ്ട്. ആള് ചില്ലറക്കാരിയൊന്നുമല്ല. ഒടുവിൽ ഒരു ഓട്ടോയിൽ കയറ്റിയ മൃദുലയെ അവളുടെ വീട്ടിലെത്തിക്കാമെന്ന തീരുമാനത്തിൽ നാട്ടുകാരെത്തി. ജയരാമന്റെ ഇരുവശത്തുമായി അമൃതയും ചാരുതയും ഇരുന്നു. ഭദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി മൃദുലയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. രാവിലെ അവൾ ഇങ്ങോട്ട് നാണം കെട്ട് വരുന്നതിനു മുമ്പ് ജയരാമൻ മക്കളെയും കൂട്ടി സ്ഥലം വിടാൻ നോക്ക്. ഞാനിപ്പോ തന്നെ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാം. വേണ്ട, അങ്ങനെ അവളെ ഭയന്ന് ഞാൻ ഒളിച്ചോടില്ല. ഭദ്രൻ പുച്ഛിച്ചു ചിരിച്ചു. മക്കളെ കേട്ടല്ലോ, അവളെ കയറി വന്നാല് ഇയാൾ കമാന്നൊരക്ഷരം മിണ്ടില്ല. നീ ഇങ്ങനെയൊരു ദുർഗണനായി പോയല്ലോ. ഭദ്രൻ മുറ്റത്തിറങ്ങി. അവള് വരും. ഇല്ലേൽ എന്റെ പേര് നായ്ക്കിട്ടോ? ഭദ്രനാ പറയുന്നത്. അയാൾ ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. ഭദ്രൻ മാമ പറയുന്നത് ശരിയല്ലേ അച്ഛാ? ആ സ്ത്രീക്ക് ഇനി പോകാൻ മറ്റൊരു സ്ഥലമില്ല. അവർ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് നമ്മൾ ഇവിടം വിടുന്നതല്ലേ നല്ലത്? അമൃത ചോദിച്ചു. ജയരാമൻ മക്കളെ നോക്കി. ആ സ്ത്രീ, അവൾ ചതിച്ചത് എന്നെ മാത്രമാ, നിങ്ങളെയല്ല. അവളുടെ വയറ്റിലാ നീയൊക്കെ ജന്മം കൊണ്ടത്. പൊക്കിൽ കൊടിയിലൂടെ നീയൊക്കെ വലിച്ചെടുത്ത് വളർന്നത്. അവളുടെ ജീവരക്തമാ. എന്റെ മക്കൾ അത് മറന്നു പോകരുത്. അമൃത പകപ്പോടെ ജയരാമനെ നോക്കി. അവളുടെ നെഞ്ചിലെ ചൂടേറ്റ് മുലപ്പാല് കുടിച്ച നിങ്ങൾ വളർന്നത്. അച്ഛൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു ചിത്രം മാത്രമായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ വിരുന്നു വന്നു പോകുന്ന ഒരു അതിഥി. നിങ്ങളെ പ്രസവിക്കുന്നത് വരെ മൃദുലയ്ക്ക് വഴി പിഴച്ചിരുന്നില്ല. അച്ഛാ, അമൃതയുടെ ഒച്ച വിറച്ചു. ഇനി കുറച്ചൊക്കെ നിങ്ങൾ അറിയണം. അവൾ വഴി പിഴച്ചെങ്കിൽ അതിനൊരു പങ്ക് എനിക്കുമുണ്ട്. ഭാര്യയും മക്കളെയും നാട്ടിൽ വിട്ടിട്ട് ഞാൻ കാണാമറിയത്തെ ജീവിതോപായം തേടിപ്പോയില്ലേ? അതാണ് കാരണം. ഞാൻ വിശ്വസിച്ച എൻ്റെ ആത്മമിത്രത്തെ ഒരു സഹോദരനെ പോലെ കരുതി എൻ്റെ കുടുംബത്തിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയതാ. ജയരാമൻ കുനിഞ്ഞിരുന്നു. ആരെ പറ്റിയ അച്ഛൻ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ശരിക്കുള്ള ചതിയൻ മഹിയല്ല മക്കളെ, അവനാ. മാന്യതയുടെ മുഖപടമിട്ട ആ ചെന്നായ വിനയൻ. ജയരാമന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു പൊട്ടി. അച്ഛാ, അമൃത വിളിച്ചു. അതേ മക്കളെ, അവനാ നിങ്ങളുടെ അമ്മയെ ആദ്യം വഴിതെറ്റിച്ചത്. ജലജ ടീച്ചർ പിണങ്ങിപ്പോകാൻ കാരണം അതായിരുന്നു. അവരെ ഒന്നിപ്പിക്കാൻ കുറച്ചുനാൾ മുമ്പ് ഞാൻ ജലജ ടീച്ചറെ കാണാൻ പോയിരുന്നു. സ്നേഹിച്ച് വിശ്വസിക്കുന്നവൻ ചതിയനാണെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അച്ഛനും ദേവി ചെറിയമ്മയും മനസ്സിലൊളിപ്പിച്ചു വെച്ച രഹസ്യം അതാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. വിനയനും മൃദുലയും തമ്മിലുള്ള ബന്ധം മുതലെടുത്ത മഹി നുഴഞ്ഞു കയറിയത്. അവന് വേണ്ടത് പണം മാത്രമായിരുന്നു. നമ്മുടെ സമ്പാദ്യം മൃദുല അവൻ അടിയറവ് വെച്ചത് അതുകൊണ്ടാ, അല്ലാതെ അവൾ അത് ചെയ്യില്ല. കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ജയരാമൻ ഇരുന്നു. ചാരുതയുടെ തേങ്ങിക്കരച്ചിൽ മാത്രം കേട്ടു. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് അച്ഛൻ അനുസരിച്ചു. എല്ലാത്തിനും കൂടെ നിന്ന് തന്നു. എല്ലാം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി. നിങ്ങളുടെ ഭാവിക്കൊരു ദോഷവും വരുത്താതെ ഇനി ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ സഹിക്കില്ല. അച്ഛൻ പറ, നാളെ അവൾ ഈ വീട്ടിൽ കയറി വന്നാൽ അവളെ ഞാൻ ഇറക്കി വിടില്ല.
യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കും. അവളെ ഏതെങ്കിലും ശരണാലയത്തിൽ കൊണ്ടെത്തിച്ചിട്ടാവും നിങ്ങളെയും കൂട്ടി മലമ്പുഴയ്ക്ക് പോവുക. രണ്ടുപേരും ശബ്ദിച്ചില്ല. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊപ്പം മൃദുലയുണ്ടാവില്ല. പക്ഷേ എനിക്ക് അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ മക്കളെ പോലും ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ വിവാഹത്തിനോ മറ്റ് ചടങ്ങുകൾക്കോ അവൾ ഉണ്ടാവില്ല. അമ്മ എവിടെയുണ്ടെന്ന് നിങ്ങൾ അറിയാനും പോകുന്നില്ല. അയാൾ മക്കളെ ചേർത്ത് പിടിച്ചു. അച്ഛന് വലുത് നിങ്ങളുടെ ഭാവിയാ. അച്ഛൻ എന്ത് ചെയ്താലും ഞങ്ങൾ ഒരു എതിർപ്പും പറയില്ല. പക്ഷേ അവരോടൊപ്പം ജീവിക്കാൻ ഇനി വയ്യ അച്ഛാ. അമൃത വിങ്ങിക്കരഞ്ഞു. രണ്ടുപേരുടെയും ശിരസിൽ ജയരാമൻ ചുംബിച്ചു. മക്കൾ അകത്തേക്ക് ചെല്ല്. കണ്ണുകൾ തുടച്ചുകൊണ്ട് അമൃതയും ചാരുതയും എഴുന്നേറ്റ് പോയി. മൃദുല വരില്ലെന്ന കാര്യം ഉറപ്പാണ്. താമസം മാറിയിട്ട് ആരെയെങ്കിലും അയച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരണം. കുട്ടികൾ അറിയാതെ തന്നെ അവളെ ഏതെങ്കിലും അനാഥാലയത്തിൽ പ്രവേശിപ്പിക്കണം. ജരാനരകൾ ബാധിച്ചാൽ തീർന്നു പോകുന്നതേയുള്ളൂ ശരീരം. മനസ്സ് അതുപോലെയല്ല. പകരം വെക്കാൻ ശരീരത്തിന് കഴിയും, മനസ്സുകൾക്ക് അതിന് കഴിയില്ല. ജയരാമൻ ദീർഘമായെന്ന് നിശ്വസിച്ചു. അവൻ ചത്തത് അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട്. എനിക്കതിൽ സന്തോഷവുമില്ല സങ്കടവുമില്ല. ഭദ്രൻ ചെല്ല്. ചാരുകസേരയിൽ കിടന്ന് വിനീൻ മാഷ് താല്പര്യമില്ലാതെ പറഞ്ഞു. തോർത്തുകൊണ്ട് നഗ്നമായ നെഞ്ച് അയാൾ തുടച്ചു. ജയരാമന്റെ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം മഹേഷിന്റെ മരണവാർത്ത അറിയിക്കാൻ ഭദ്രൻ പട്ടത്താനം വീട്ടിൽ കയറിയതായിരുന്നു. നല്ല ലഹരിയിലായിരുന്നു വിനീൻ മാഷ്. പകുതി കഴിച്ച മദ്യക്കുപ്പിയും ഒരു ഗ്ലാസും ജഗ്ഗിൽ വെള്ളവും ടീപ്പോയിൽ ഇരിപ്പുണ്ട്. അതിൽ നിന്നൊരു പങ്ക് കൊടുക്കാത്തതിന്റെ കലിപ്പ് ഭദ്രനുണ്ടായിരുന്നു. അവിടെ ചെന്നയുടൻ ഒഴിവാക്കി വിടാനാണ് വിനീൻ മാഷ് ശ്രമിച്ചത്. കുറച്ചു നേരത്തേക്ക് ഭദ്രനോട് മിണ്ടാൻ പോലും തയ്യാറായില്ല. എന്തിനിവനെ വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിക്കണം? ഇവനെ കൊണ്ടൊരു ഉപകാരവും തനിക്കില്ലെന്ന ലൈനായിരുന്നു വിനീൻ മാഷിന്. വിനീൻ മാഷ് കണ്ണു തുറന്നു. ഭദ്രൻ ഇതുവരെയും പോയില്ലേ? ഭദ്രൻ കാൽമുട്ടുകളിൽ അടിച്ച് എഴുന്നേറ്റു. നിങ്ങൾക്കൊരു മൂടില്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. ഭദ്രൻ മുറ്റത്തിറങ്ങി. ബൈക്ക് താഴെ റോഡിൽ വെച്ചിട്ടാണ് അയാൾ കയറി വന്നത്. ചെമ്പരത്തി വേലിയോട് ചേർന്ന് ഒതുക്കി വെച്ചിരുന്ന ബുള്ളറ്റിന്റെ അടുത്തെത്തിയപ്പോൾ എതിരെ ഒരു വാഹനത്തിന്റെ വെളിച്ചം കണ്ടു. അതൊരു ഓട്ടോറിക്ഷയാണെന്ന് ഭദ്രന് മനസ്സിലായി. അയാൾ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ പട്ടത്താനം വീടിന്റെ മുന്നിൽ നിന്നു. സ്റ്റാർട്ടായ ബൈക്ക് ഭദ്രൻ ഓഫ് ചെയ്തു. ഓട്ടോയിൽ നിന്നിറങ്ങിയത് ഒരു സ്ത്രീയാണെന്ന് ഭദ്രന് മനസ്സിലായി. ഓട്ടോ അവിടെ ഇട്ട് തിരിച്ചു വന്ന വഴിയേ പോയി. ഭദ്രൻ ബൈക്കിൽ നിന്നിറങ്ങി. അവൾ പട്ടത്താനം വീട്ടിലേക്ക് കയറി പോകുന്നത് അയാൾ കണ്ടു. തലയിലൂടെ അവൾ സാരി വലിച്ചിട്ടിട്ടുണ്ട്. വെറുതെയല്ല അയാൾ തന്നെ ഒഴിവാക്കിയതെന്ന് ഭദ്രൻ ഓർത്തു. ഇത്തരം ചുറ്റിക്കളികളും വിനയൻ മാഷിനുണ്ട്. അവൾ ആരാണെന്നറിയാനുള്ള താല്പര്യം ഭദ്രനുണ്ടായി. വഴിയിലേക്ക് കയറാതെ ചെടിയുടെ മറപറ്റി ഭദ്രൻ കയറി ചെന്നു. ആരോ കയറി വരുന്നതറിഞ്ഞ് വിനീൻ മാഷ് നിവർന്നിരുന്നു. ലഹരി പിടിച്ച ശിരസ് അയാൾ തിരിച്ചു. ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതും അയാൾ ചാടി എഴുന്നേറ്റു. ആരാ? അവൾ തലയിലൂടെ പുതച്ച സാരി വലിച്ചിറക്കി. ഞാനാ, മൃദുല. വിനീൻ മാഷ് നടുങ്ങിപ്പോയി. ചെടിപ്പടർപ്പിൽ നിന്ന ഭദ്രനും അത് കേട്ടു. മൃദുല പൂമുഖത്തേക്ക് കയറി. നിനക്കെന്താടി ഇവിടെ കാര്യം? വിനീൻ മാഷ് പാഞ്ഞെടുത്തു. എനിക്കിനി പോകാൻ മറ്റൊരിടമില്ല. എനിക്കിങ്ങനെയൊരു വിധി സമ്മാനിച്ചത് നിങ്ങളാ. ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. അവൾ അകത്തേക്ക് കയറിപ്പോയി. നടുങ്ങിത്തരിച്ചു നിന്ന വിനീൻ മാഷ് ഞെട്ടിയുണർന്നു. നിൽക്കടി അവിടെ. അയാൾ അകത്തേക്ക് ഓടി. ചെടിപ്പടർപ്പിൽ നിന്ന് ഭദ്രൻ പുറത്തു ചാടി. അയാൾ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് കുതിച്ചു. അകത്തേക്ക് കയറിപ്പോയ മൃദുല ഊൺതളത്തിൽ ചെന്നു നിന്നു. വിനീൻ മാഷ് തുള്ളി വിറച്ച് അവിടെ എത്തി. നീ എന്ത് ഭാവിച്ച ഇങ്ങോട്ട് കയറി വന്നത്? ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ കഴിയാൻ. വിനീൻ മാഷിന്റെ തലയ്ക്ക് തീ പിടിച്ചു. അഴിയടിച്ച നീണ്ട ജനാലയ്ക്ക് പുറത്ത് ഇരുട്ടിൽ ഭദ്രന്റെ തലയുയർന്നു വന്നു. എന്റെ കൂടെ കഴിയാനോ? അതിന് എന്റെ ആരാടി നീ? അയാൾ ക്രുദ്ധനായി അടുത്തു ചെന്നു. പതരാതെ മൃദുല നിന്നു. നിന്നെ കെട്ടിക്കൊണ്ടു വന്നത് ഞാനല്ല. അവൻ അടുത്ത വീട്ടിലുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്നിറങ്ങണം. അയാൾ മൃദുലയുടെ കയ്യിൽ പിടിച്ചു. അവൾ കൈ തട്ടിക്കളഞ്ഞു. ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യ്. ഞാൻ ഇനി നാറാനൊന്നുമില്ല. നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴട്ടെ. നാട്ടുകാർ നിങ്ങളുടെ തനി നിറം അറിയട്ടെ. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സുഖമായി ജീവിക്കണ്ട. ഭദ്രൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു. ക്യാമറ ഓൺ ചെയ്തു. വീഡിയോ ബട്ടണിൽ ടച്ച് ചെയ്തിട്ട് അകത്തേക്ക് പിടിച്ചു.
ഇനി നിന്റെ കാര്യം ഞാൻ ഏറ്റു, മദനൻ മന്ത്രിച്ചു. ഒരു പെണ്ണിന്റെ മാനം കവർന്നെടുക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊരു ദിവസം വരുമെന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. ഒരിക്കലും നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു കയറ്റിയതല്ല. ജയേട്ടനെ നോക്കിയല്ല, എൻ്റെ ശരീരം നോക്കിയാണ് നിങ്ങൾ സഹായിക്കാൻ അടുത്തുകൂടിയത്. നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. നിങ്ങളോട് കെഞ്ചിക്കരഞ്ഞ് അപേക്ഷിച്ചു, കാലു പിടിച്ചു. എന്നിട്ടും ബലമായി നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി. എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് അന്യനാട്ടിൽ, 2 പെൺകുട്ടികളുമായി കഴിയുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ നെറികെട്ട വിനയൻ മാഷേ, ഭദ്രന്റെ മനസ്സ് മുരണ്ടു. നിന്നെയാണോടാ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിച്ചത്? ഇങ്ങനെയൊരു മുഖം നിനക്കുണ്ടോ? നിങ്ങളുടെ വരവും പോക്കും കണ്ടുപിടിച്ചിട്ടാ മഹി എന്ന ദുരന്തം എൻ്റെ ജീവിതത്തിൽ കടന്നു കയറിയത്. അവനൊരു ഫോട്ടോയും കൊണ്ട് നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ എന്തിനാടി വിരണ്ടു പോയത്? അത് കണ്ട് നീ അവന് വേണ്ടി വാതിൽ തുറന്നു. ഞാൻ പുറത്തായി. അവനെ ആട്ടിപ്പായിക്കാമായിരുന്നില്ലേ? അവൻ എന്ത് ചെയ്യാൻ കഴിയും? ഏറിയ ജയരാമനെ വിവരമറിയിക്കും. നിന്നെ ഞാൻ കൈവിടില്ലായിരുന്നു. അവൻ ആദ്യം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കിതുവരെയും മനസ്സിലായില്ല. നിങ്ങളുടെ ഭാര്യ ജലജ ടീച്ചറിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കൈയോടെ നിങ്ങളെയും എന്നെയും പിടിച്ചു. എൻ്റെ പെൺമക്കളെ ഓർത്ത ആരോടും ഒരക്ഷരം പറയാതെ അവർ പോയത്. എന്തൊക്കെ പച്ചക്കള്ളമാ നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞത്? കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാന്ന്. സ്വന്തം കുടുംബം തകർത്തത് നിങ്ങളാന്ന് ജയേട്ടൻ ഇപ്പോഴും അറിയില്ല. അനുനയത്തിൽ മാത്രമേ അവളെ ഇറക്കിവിടാൻ കഴിയൂ എന്ന് വിനയൻ മാഷിന് മനസ്സിലായി. മഹി പോയതോടെ നീ എന്നെ പ്രതീക്ഷിച്ചാ വന്നതെങ്കിൽ ആ ലക്ഷ്യം നടക്കില്ല. നീ കുറച്ച് ബുദ്ധിയാ കാണിക്കേണ്ടത്. നീ എൻ്റെ കൂടെ വാ. നിന്നെ ഞാൻ ജയരാമൻ്റെ വീട്ടിലെത്തിക്കാം. നിന്നെ ഇറക്കിവിടാനൊന്നും ജയരാമന് കഴിയില്ല. നീ ഇപ്പോഴും ജയരാമൻ്റെ ഭാര്യയാ. അവനെ അടിച്ചൊതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അയാളെ നോക്കി മൃദുല നിന്നു. ജയരാമൻ മക്കളെയും കൊണ്ട് സ്ഥലം വിട്ടു പോകുമെന്ന് ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. ഈ അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്താനാ നീ നോക്കേണ്ടത്. അല്ലാതെ പണ്ട് വീട്ടിൽ കയറി വന്നവൻ നിനക്കൊരു ജീവിതം തരുമെന്ന വ്യാമോഹമല്ല നിനക്ക് വേണ്ടത്. നിനക്ക് ആശ്രയം നിന്റെ ഭർത്താവാന്ന് മനസ്സിലാക്ക്. അന്ന് വിവാഹ നിശ്ചയത്തിന് ഞാനുണ്ടായിരുന്നെങ്കിൽ നിന്നെ പുറത്തുവിടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വിനയൻ മാഷ് മുന്നോട്ട് ചെന്നു. നീ വാ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. നാട്ടുകാരെ കൂടെ നിർത്താം. എൻ്റെ വാക്കിന് നാട്ടുകാരെ വില തരും. ജയേട്ടൻ്റെ മുന്നിലേക്ക് പോകാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഞാൻ ഇനി എൻ്റെ മക്കളുടെ മുന്നിലേക്ക് പോവില്ല. നിങ്ങൾ എന്നെ കൈയേൽക്കണം. ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെയും കൊണ്ട് മറ്റെവിടെയെങ്കിലും പോകണം. ഇനി നിങ്ങൾ അല്ലാതെ എനിക്ക് ആരുമില്ല. വിനയൻ മാഷിന്റെ നിയന്ത്രണം വിട്ടു. എടീ, അയാൾ മൃദുലയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്നെ ഇറക്കിവിടാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കെൻ്റെ അഭിമാനമാ വലുത്. മൃദുല അയാളുടെ നെഞ്ചിലിടിക്കുകയും ദേഹത്ത് കൈ ചുറ്റി നഖങ്ങൾ കൊണ്ട് മുതുക് മാന്തി കീറുകയും ചെയ്തു. വേദന കൊണ്ട് അയാൾ പിടിവിട്ടു. അവളുടെ ചെകിട്ട തടിച്ച് അയാൾ താഴെയിട്ടു. അഴിജനലിന് പുറത്തു നിന്ന് ഭദ്രൻ അതൊക്കെ മൊബൈൽ ഫോണിൽ പിടിച്ചുകൊണ്ട് നിന്നു. നിന്നെ കൊന്നു കുഴിച്ചു മൂടുമെടി. അവളുടെ കഴുത്തിൽ അയാൾ കാല് വെച്ച് അമർത്തി. മരണപ്പിടച്ചിലിൽ മൃദുല അയാളുടെ കാൽ മാന്തി കീറി. അവൾ പിടഞ്ഞതോടെ ബാലൻസ് തെറ്റി വിനയൻ മാഷ് താഴെ വീണു. സാരി വലിച്ചു ചുറ്റി മൃദുല ചാടി എഴുന്നേറ്റു. നിലത്ത് കൈകുത്തി വിനയൻ മാഷും എഴുന്നേറ്റു. വെട്ടുപോത്തിനെ പോലെ അയാൾ അവളുടെ നേരെ ചാടി വീഴാൻ തക്കം പാർത്തു നിന്നു. നിങ്ങൾ എന്നെ കൊന്നു. നിങ്ങളുടെ കൈകൊണ്ട് വേണം ഞാൻ മരിക്കാൻ. നീ ഇവിടെ നിന്നിറങ്ങിയില്ലെങ്കിൽ ഞാനത് ചെയ്യുമടി. എൻ്റെ പറമ്പിൽ കുഴി കുത്തി നിന്നെ കുഴിച്ചു മൂടും. ഒരാൾ പോലും എന്നെ സംശയിക്കില്ല. അവസാനമായി നിന്നോട് ഞാൻ പറയുക, നീ ജയരാമൻ്റെ വീട്ടിലേക്ക് ചെല്ല്. അവൻ നിന്നെ സ്വീകരിക്കും. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. വിനീൻ മാഷ് പാഞ്ഞു ചെന്ന് അവളുടെ കഴുത്തിൽ പിടിച്ച് വലത് കൈകൊണ്ട് വായും മൂക്കും പുത്തെ പിടിച്ചു. മൃദുല തലയൊന്ന് വെട്ടിച്ചതും അയാളുടെ ചൂണ്ടുവിരൽ അവളുടെ വായിൽപ്പെട്ടു. സർവശക്തിയും എടുത്ത് അവൾ അയാളുടെ വിരൽ കടിച്ചു മുറിച്ചു. അലറിക്കൊണ്ട് വിനീൻ മാഷ് പിടിവിട്ടു. കൈ വലിച്ചെടുത്തു. വിരലിൽ നിന്ന് ചോര പുറത്തേക്കൊഴുകി. അയാൾ കൈ കുടഞ്ഞപ്പോൾ ചോര മുറിയിൽ ചിതറി. അവൾ ചുവരിലൂടെ ഉരസി അഴിഞ്ഞിലിഞ്ഞ മുടിയുമായി നിലത്തിരുന്നു. അവളെ നോക്കി നിന്ന് അയാൾ കിതച്ചു. കൊന്നോ, എന്നെ കൊന്നോ, എന്നാലും ഞാൻ പോവില്ല. കൈ കഴുത്തിൽ വെച്ച് അവൾ ചുമരിൽ തല ചേർത്തിരുന്നു. നാളെ നീ ഉണ്ടാവില്ലടി. നിന്നെ ഞാൻ തീർത്തിരിക്കും. ജയരാമന്റെ തലയിൽ തന്നെ അത് കെട്ടിവെക്കുകയും ചെയ്യും. അയാൾ പുറത്തേക്ക് പോയി. ചാരകസേരയിൽ വന്നിരുന്ന് തോർത്ത് വലിച്ചു കീറി അയാൾ വിരൽ പൊതിഞ്ഞു കെട്ടി. ഗ്ലാസ്സിലേക്ക് കുറേ മദ്യമൊഴിച്ച് അയാൾ ഒറ്റ വലിക്ക് കഴിച്ചു.
നാളെ നേരം പുലർന്നാൽ മൃദുല വിനീൻ മാഷിന്റെ വീട്ടിലുണ്ടെന്ന വാർത്ത നാട്ടുകാർ അറിയും. പിന്നാലെ ജയരാമന്റെ ജീവിതം തകർത്തത് താനാണെന്ന സത്യം കൂടി പുറം ലോകം അറിയും. തുടരെ 2 തവണ അളവറിയാതെ വിനീൻ മാഷ് മദ്യം കഴിച്ചു. എന്നിട്ടും അയാളുടെ നെഞ്ചില് തീ അണഞ്ഞില്ല. ചാരുകസേരയിലേക്ക് അയാൾ മലർന്നു കിടന്നു. ഒഴിവാക്കണം അവളെ, ഒഴിവാക്കിയേ പറ്റൂ. അടുത്ത ഭാഗം നാളെ.